ഹലോ, ഞാൻ PC ശശികുമാർ. എല്ലാവർക്കും സിനിമാ കമ്പം കുടുംബത്തിലേക്ക് സ്വാഗതം. കങ്കുവ, ശിവ സംവിധാനം ചെയ്ത സൂര്യയുടെ തമിഴ് ചിത്രം. സോഷ്യൽ മീഡിയ മുഴുവൻ ആ സിനിമയെ പറ്റിയുള്ള നെഗറ്റീവ് റിവ്യൂകളാൽ നിറഞ്ഞു കിടക്കുകയാണ്. അതുകൊണ്ട് തന്നെ പറയട്ടെ, ഈ സിനിമ നോട്ട് എവരിവൺസ് കപ്പ് ഓഫ് ടീ, ബട്ട് ഇറ്റ്സ് നോട്ട് എ ബാഡ് മൂവി. ഇത് ഒരു മോശം സിനിമയല്ല. തനിക്ക് രുചിച്ചില്ല എന്നുള്ളത് കൊണ്ട് പലരും ഈ സിനിമയെ പറ്റി മോശം കമൻറ്റും റിവ്യൂവും പരിഹാസവുമെല്ലാം ചൊരിഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. എന്നാൽ അങ്ങനെ പരിഹസിക്കപ്പെടേണ്ടതോ എഴുതി തള്ളേണ്ടതുമായ ഒരു സിനിമയല്ല കങ്കുവ. ഈ സിനിമയെപ്പറ്റി മുഖ്യമായും പറയുന്ന ഒരു വിമർശനം ഇതിൽ സംഭാഷണങ്ങൾ കുറവാണ്, അലർച്ച മാത്രമേ ഉള്ളൂ എന്നാണ്. എന്നാൽ ഈ സിനിമയുടെ കഥ നടക്കുന്നത് 1000 വർഷങ്ങൾക്ക് മുമ്പാണെന്നുള്ള കാര്യം ഇവരെല്ലാം സൗകര്യപൂർവ്വം വിസ്മരിക്കുകയാണ്. 1000 വർഷങ്ങൾക്ക് മുമ്പ് എന്ന് പറഞ്ഞാൽ എഴുത്ത് ഭാഷ നിലവിലില്ലാത്ത, നമ്മുടെ സംഭാഷണ ഭാഷ ഇന്നത്തെ രീതിയിൽ വികസിച്ചിട്ടില്ലാത്ത ഒരു കാലഘട്ടത്തെയാണ് ഈ സിനിമ സൂചിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ആഗ്രഹിക്കുന്ന ആവേശം കൊള്ളിക്കുന്ന ഡയലോഗുകൾക്കും അപ്പുറം അത് ആംഗ്യ ഭാഷയിലോ അലർച്ചയിലോ ലൗഡായിട്ടുള്ള വികാര പ്രകടനങ്ങളിലൂടെയൊക്കെ ആയിരിക്കും അന്നത്തെ കാലത്ത് മനുഷ്യർ പരസ്പരം ആശയവിനിമയം നടത്തിയത്. അതുകൊണ്ട് തന്നെ ഈ സിനിമയിലെ അഭിനയ ശൈലി എന്ന് പറയുന്നത് വളരെ ലൗഡായിട്ടുള്ള എക്സ്പ്രഷൻസ് ആണ്. ഇത് ഉൾക്കൊള്ളാൻ കഴിഞ്ഞാൽ തന്നെ ഈ സിനിമയുടെ ആസ്വാദന വാതിൽ തുറന്ന് നമുക്ക് അകത്തേക്ക് പ്രവേശിക്കാൻ കഴിയും. ഹോളിവുഡിലെല്ലാം ഇറങ്ങിയ ബാർബേറിയൻ കാലത്തെ സൂചിപ്പിക്കുന്ന സിനിമകളൊക്കെ പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാവും. സംഭാഷണങ്ങൾക്കും അപ്പുറം ഈ സിനിമ ആക്ഷനാണ് പ്രാധാന്യം കൊടുത്തിരിക്കുന്നത്. സംഭാഷണങ്ങൾ എന്നത് ഇവിടെ പലപ്പോഴും പാട്ടുരൂപത്തിൽ നീട്ടിപ്പറയുന്ന വായ്ത്താരികളായിട്ട് മാറുകയാണ്. പരസ്പരമുള്ള സംഭാഷണങ്ങൾക്കും അപ്പുറം അംഗങ്ങളുടെ ആഹ്വാന രൂപത്തിൽ, ആക്രോശ രൂപത്തിലോ ഉള്ള ശബ്ദങ്ങളാണ്, അലർച്ചകളാണ് ഈ സിനിമയിൽ മുഖ്യമായും സംഭാഷണങ്ങൾക്ക് പകരമായി വരുന്നത്. 1000 വർഷം പഴക്കമുള്ള ഒരു ഗോത്രകാലത്തിന്റെ സത്യസന്ധമായ ആവിഷ്കാരമായാണ് ഈ സിനിമ അനുഭവപ്പെടുന്നത്. ഗോത്രങ്ങൾ തമ്മിലുള്ള കുടിപ്പകയും സംഘർഷങ്ങളും യുദ്ധവുമെല്ലാം തന്നെ അതിന്റെ അസംസ്കൃത രൂപത്തിൽ റിയലിസ്റ്റിക്കായി അവതരിപ്പിക്കാൻ ഈ സിനിമയ്ക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഈ സിനിമയിലെ അണിയറ വിഭാഗങ്ങളെല്ലാം തന്നെ വളരെ മികച്ചു നിൽക്കുന്നുണ്ട്. ആ കാലഘട്ടത്തിലേക്ക് നമ്മെ കൂട്ടിക്കൊണ്ടുപോകുന്ന സിനിമാറ്റോഗ്രാഫിയും ആ കാലഘട്ടത്തെ സൂക്ഷ്മതലത്തിൽ നിർമ്മിച്ചെടുത്ത് നമ്മുടെ മുന്നിൽ അവതരിപ്പിക്കുന്ന അതിൻ്റെ ആർട്ട് വർക്കും ഒരുപക്ഷെ ഇന്ത്യൻ സിനിമയിലെ തന്നെ അപൂർവങ്ങളിലൊന്നായ കാഴ്ച തന്നെയാണ്. അതുപോലെ എടുത്തു പറയേണ്ടതാണ് ഇതിലെ VFX വർക്കുകൾ. നമ്മളെ സീറ്റ് അഡ്ജാക്കുന്ന രീതിയിൽ മുതലയുമായുള്ള സംഘട്ടന രംഗങ്ങൾ ചിത്രീകരിക്കുന്നതിൽ VFXന്റെ വളരെ അഡ്വാൻസ്ഡ് വർക്കാണ് നമുക്കവിടെ കാണാൻ സാധിക്കുന്നത്. ഭ്രാന്തമായ ഭാവനയിൽ വീർപ്പുമുട്ടുന്ന ഒരു സംവിധായകന്റെ ആത്മകത നമുക്ക് ഈ സിനിമയിലെ ഓരോ ഫ്രെയിമിലും കാണാം. ആയിരക്കണക്കിന് മനുഷ്യരെ അണിനിരത്തിയ ആർട്ട് വർക്കുകളാൽ നിറഞ്ഞു നിൽക്കുന്ന ഫ്രെയിമുകളാണ് ഈ സിനിമയിലുള്ളത്. അത്രയും വിശാലമായ ഒരു ക്യാൻവാസിലേക്ക് ഈ ചിത്രം മാറ്റിയെടുക്കുന്നതിന് ഇതിന്റെ സംവിധായകനായ ശിവ തീർത്തും അഭിനന്ദനം അറിയിക്കുന്നുണ്ട്. എന്നാൽ അതോടൊപ്പം തന്നെ ചില നെഗറ്റീവുകളും ഈ സിനിമയിൽ നമുക്ക് അനുഭവപ്പെടുന്നുണ്ട്. പ്രത്യേകിച്ചും ഇതിന്റെ പ്ലോട്ട് സംബന്ധമായാണ്. ഇതിന്റെ കഥയുടെ നരേറ്റീവ് പാർട്ടിൽ എവിടെയൊക്കെയോ ചില ഗ്യാപ്പുകൾ വരുന്നതായി നമുക്ക് അനുഭവപ്പെടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഒറ്റ കാഴ്ചയുടെ ക്ലാരിറ്റി ഇതിന് ലഭിക്കാത്തത് എല്ലാം കണ്ടും കേട്ടും തന്നെ സിനിമ കാണണമെന്ന് ആഗ്രഹിക്കുന്ന പ്രേക്ഷകനെ സംബന്ധിച്ചിടത്തോളം ഒരു കല്ലുകടിയായി അനുഭവപ്പെട്ടേക്കാം. മറ്റൊന്നുള്ളത്, വെള്ളി നക്ഷത്രം എന്ന സിനിമയിൽ തിലകൻ പറഞ്ഞ ഡയലോഗാണ് ഓർമ്മ വരുന്നത്. ഇവിടെ എന്താണ് പുനർജന്മങ്ങളുടെ സംഗമമാണോ എന്ന്. സൂര്യയുടെ തന്നെ 7ാം അറിവ് മുതൽ ഇപ്പോഴിറങ്ങുന്ന പല സിനിമകളിലും ഇങ്ങനെയുള്ള പുനർജന്മങ്ങളുടെ കഥ പറയാറുണ്ട്. 1000 കൊല്ലം മുമ്പത്തെ മനുഷ്യരുടെ പുനർജന്മമായി കഥ ഇവിടെ പ്രസന്റിലേക്ക് നീട്ടിക്കൊണ്ടുവരുന്നുണ്ട്. മാത്രമല്ല, ഇപ്പോഴുള്ള ട്രെൻഡ് പോലെ ഒരു 2ാം ഭാഗത്തിലേക്കുള്ള വാതിൽ തുറന്നു കൊടുക്കുന്നുമുണ്ട് ഈ സിനിമ. ഓവറോൾ ഈ സിനിമ ഒരു മികച്ച വ്യത്യസ്തമായ തിയേറ്റർ എക്സ്പീരിയൻസ് ആണ്. പ്രത്യേകിച്ചും മികച്ച വിഷ്വൽ എക്സ്പീരിയൻസ്, അതോടൊപ്പം തന്നെ മികച്ച ആക്ഷൻ സീക്വൻസുകളും ഈ സിനിമയുടെ ഭാഗമാണ്. മികച്ച വിഷ്വൽ എക്സ്പീരിയൻസ് ഇഷ്ടപ്പെടുന്നവർക്ക്, മികച്ച ആക്ഷൻ സീക്വൻസുകൾ ഇഷ്ടപ്പെടുന്നവർക്ക് തീർച്ചയായും ഈ സിനിമ ഒരു സന്തോഷകരമായ അനുഭവം തന്നെയായിരിക്കും. അതുകൊണ്ട് കേൾക്കുന്നത് മാത്രം ശരിയല്ല, കണ്ട് തിരിച്ചറിയുക. കങ്കുവ ഈസ് നോട്ട് എ ബാഡ് ഫിലിം, ബട്ട് എ ഡിഫറെന്റ് ഫിലിം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി വരുന്നവരെ എല്ലാവർക്കും നമസ്കാരം.